കറണ്ട് ഇൻസ്റ്റാഗ്രാം സെൻസേഷനായി രണ്ടുപേരും റീസെന്റ് ഒരു ഇന്റർവ്യൂ കൊടുത്തതിനു ശേഷം അവർക്ക് വന്ന നെഗറ്റീവ് കമന്റ്സിന് കൈയും കണക്കുമില്ല. അവർ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, എല്ലാവരും 2000 തരൂലല്ലോ, കാരണം എല്ലാവർക്കും ഒരേപോലുള്ള സാമ്പത്തിക സ്ഥിതി അല്ലല്ലോ. പിന്നെ വേണ്ടെന്ന് 2000-ന് കുറച്ച് വിലയ്ക്ക് ചെയ്തു തരാമോ ബ്രോ എന്ന് ചോദിക്കുമ്പോൾ പറ്റുമൊന്നുമില്ല, 2000 രൂപയ്ക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുമെങ്കിലും പിന്നെ എനിക്ക് തോന്നും, ഞാനും പറഞ്ഞതാണല്ലോ, പാവങ്ങൾ ചെയ്തു കൊടുത്തേക്കാം, അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നൊരു ചിന്ത കൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കും. പക്ഷെ എല്ലാവർക്കും നമുക്ക് കുറച്ച് വിലയ്ക്ക് ചെയ്യാൻ പറ്റൂല. ബർത്ത്ഡേ വിഷസിന്റെ വീഡിയോ അവർ ചെയ്ത് കൊടുക്കുന്നതിന് ചാർജ് ചെയ്യുന്നത് 2000 രൂപയാണ്. ചിലർ 2500 രൂപയ്ക്ക് അവർ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിനുള്ള കമന്റുകൾ കാണാം, ഇത് 2000 രൂപയ്ക്കുള്ളതില്ല, 500 രൂപയ്ക്ക് ഞാൻ ചെയ്യുക, ഇത്തരത്തിലുള്ള ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. അവരവരുടേതായിട്ടുള്ള രീതിയിൽ വീഡിയോസ് ചെയ്തിട്ട് അറൗണ്ട് 500 ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ലെവലോട്ട് എത്തിയിട്ടുണ്ട്. ദെൻ അവർക്ക് ഡിസൈഡ് ചെയ്തോടെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് എത്ര രൂപ ചാർജ് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്കറിയോ, കേരളത്തിൽ മാത്രം 10,000 ലക്ഷങ്ങളും മേടിച്ച് ഫുഡ് ബ്ലോഗേഴ്സ് വീഡിയോ ചെയ്യാറുണ്ട്. അതിന്റെ ബെനിഫിറ്റ് ആ റെസ്റ്റോറൻറ്റ് ഓണേഴ്സിന് കിട്ടാറുണ്ട്. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരിലോട്ടാണ് അവരെ വീഡിയോ എത്തുക. ഇവര് ബർത്ത്ഡേ വിഷസ് ചെയ്ത വീഡിയോസ് മാത്രം 300K 800K 1 million ഇത്രയും ആൾക്കാരോട്ട് അവർ ചെയ്ത വീഡിയോസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ബർത്ത്ഡേ വിഷസ് ചെയ്യാൻ അവർ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ എന്താണോ വിചാരിക്കുന്നത് ആ കാര്യം നടക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ഡിസൈഡ് ചെയ്യാം എത്ര രൂപ ചാർജ് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 2000 രൂപ പറഞ്ഞിട്ടുള്ള പല വീഡിയോസിന് ചില ആൾക്കാർ 2500 കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ സർവീസിൽ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടല്ലേ. ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർക്ക് വേണേൽ തീരുമാനിക്കാം അവരുടെ സർവീസ് എടുക്കണോ എടുക്കണേ എന്നുള്ളത്. കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ അറ്റ്ലാസ്റ്റ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ആര് പ്രൊവൈഡ് ചെയ്യുന്ന ഈ സർവീസ് ആണെങ്കിലും അതിന് എത്ര രൂപ ചാർജ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പേഴ്സണലി ഡിസൈഡ് ചെയ്യാം. നമുക്ക് തീരുമാനിക്കാം അത്രയും പൈസയുടെ സർവീസ് എടുക്കണോ വേണ്ടതെന്നുള്ളത്. അപ്പോൾ ബൈ മനെ.